നമസ്കാരം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലനെ ജോലി ചെയ്യുന്നതിനിടെ വനംവകുപ്പ് അധികൃതർ കയ്യേറ്റം ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. പിന്നാലെ റൂബിൻ ലാലനെതിരെ കള്ളപ്പരാതി നൽകുന്നു വനംവകുപ്പ്. ആ പരാതിയിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് മാധ്യമപ്രവർത്തകൻ വിധേയനാകുന്നു. അർദ്ധരാത്രി വീട് വളഞ്ഞ് ലോക്കപ്പിലെത്തിച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കി. കൊടും കുറ്റവാളിയെപ്പോലും നമ്മുടെ പോലീസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യില്ല എന്നിരിക്കെയാണ് ഈ അതിക്രമം ഒരു മാധ്യമപ്രവർത്തകന് നേരിടേണ്ടി വന്നത്. ഗുണ്ടകളെ വലയിലാക്കാൻ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് നടക്കുന്നതിനിടെ ഗുണ്ട വിരുന്നിൽ അതിഥിയായി എത്തി ഡിവൈഎസ്പി മറ്റു 2 ഉദ്യോഗസ്ഥരും എത്തി എന്നത് സേനയ്ക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. പോലീസ് ഗുണ്ട ബന്ധം തെളിയിക്കുന്ന വാർത്ത ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഗുണ്ടയ്ക്കൊപ്പം വിരുന്നുണ്ട് ഡിവൈഎസ്പി. ഗുണ്ടയുടെ വിരുന്നിൽ അതിഥിയായി ഡിവൈഎസ്പി. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും സംഘവുമാണ് വിരുന്നിൽ പങ്കെടുത്തത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഡിവൈഎസ്പി സാബു നേരത്തെ വകുപ്പ് തല നടപടി നേരിട്ടയാളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പി ഗുണ്ടാ സൽക്കാരത്തിന് പോയത്. വിവരങ്ങളുമായി വിനീത VG, ഒപ്പം മനീഷ് മഹിപാൽ എന്നിവർ. ആദ്യം വിനീത VGയിലേക്ക്. വിനീത, ഗുണ്ട പോലീസ് നെക്സസ് അത് ഇപ്പോൾ ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടെ തെളിയിക്കാൻ പര്യാപ്തമായ തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഓപ്പറേഷൻ ആഗ് നടക്കുന്നതിനിടെ ഇന്നുള്ള തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വിരോധാഭാസമായി മാറിയതും. ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവിച്ചത് എന്താണ്? അനുജ, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗുണ്ടാ നേതാവായ തമ്മനം ഫൈസലിന്റെ അങ്കമാലി പുളിയാനത്തെ വീട്ടിലാണ് ഈ ഡിവൈഎസ്പിയും ഒപ്പം തന്നെ മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഈ വിരുന്നിനായി എത്തിയത്. ഇവർ മറ്റൊരു ടൂറിലായിരുന്നു. അതിനുശേഷം ഈ ടൂറിന് ശേഷം തിരിച്ചു വരുന്നതിനിടയിലാണ് ഈ ഡിവൈഎസ്പി തൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്നും അയാളെ കണ്ടു മടങ്ങാമെന്നും പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതിനിടയിലാണ് ഈ വിവരം ലഭ്യമായതിനെ തുടർന്ന്, അതായത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്തിടെയൊക്കെ ഈ ഓപ്പറേഷൻ ആഗുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടകളൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പലയിടങ്ങളിലും അന്വേഷണ സംഘം പരിശോധനകളും വ്യാപക റെയ്ഡും നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഫൈസലിന്റെ വീട്ടിൽ ചിലർ എത്തിയിട്ടുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമാവുന്നത്. തുടർന്ന് അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഡിവൈഎസ്പിയും ഒപ്പം തന്നെ മറ്റ് 2 പോലീസുകാരെയും ഈ വീട്ടിൽ കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ഡിവൈഎസ്പിയെ കണ്ടപ്പോൾ, അതായത് ഈ SIയെ കണ്ടപ്പോൾ തന്നെ ഡിവൈഎസ്പി നേരെ ശുചിമുറിയിലേക്ക് ഓടിക്കേറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെക്കാൾ മുകളിലുള്ള ഉദ്യോഗസ്ഥനാണെന്നും ഇക്കാര്യത്തിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുമെന്നുമൊക്കെ ഈ ഡിവൈഎസ്പി ചില വാഗ്വാദത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഈ SI CAയ്ക്ക് വിവരം നൽകുകയും പിന്നീട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ഈ അടുത്തിടെയൊക്കെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടാക്രമണങ്ങൾ ഈ വർദ്ധിച്ചു വരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ആഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഈ പോലീസ് മുന്നോട്ട് വരുന്നത്. ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഒടുവിൽ ഈ ഡിവൈഎസ്പിയും ഒപ്പം തന്നെ 2 പോലീസുകാരും, അതും ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ക്രമസമാധാനം ഉൾപ്പെടെ നിലനിർത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ നിരവധി കേസുകളിലടക്കം പ്രതിയാണ് തമ്മനം ഫൈസൽ. ഈ ഫൈസലിന്റെ വീട്ടിലെത്തി ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന വിവരം ഈ പണമിടപാടുകൾ സംബന്ധിച്ച മാസപ്പടി വാങ്ങുന്നതിനും മറ്റുമായാണ് ഈ ഡിവൈഎസ്പി എത്തിയെന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കാര്യങ്ങളിൽ വകുപ്പ് തല അന്വേഷണത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമ നടപടി വന്നിരിക്കുകയാണ്. 2 പേരെ നിയമ നടപടിയുടെ വിവരങ്ങൾ എന്താണ് എന്നതിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട് വിശദമായി. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങളുമായി ഉണ്ട്. മനീഷ്, ഇപ്പോൾ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ്, CPO ഒപ്പം ഡ്രൈവർ. അപ്പോൾ ഡിവൈഎസ്പിയുടെ കാര്യത്തിൽ എന്താണ്? അദ്ദേഹത്തിന് എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല SIക്ക് എന്നുള്ളത്, ആ ഭീഷണി അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് വിനീത VG റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇയാൾ ക്രൈംബ്രാഞ്ച് DYSP ആണ്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആണ്. അതിനു മുൻപും ഉന്നത ചുമതലയൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇതിനു മുൻപ് ചീത്തപ്പേര് നേടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് കൂടിയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മനീഷ്, അനുജ, ഡിവൈഎസ്പിക്ക് കൂടി നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടിയാണ് നിലവിൽ ആലപ്പുഴയിൽ നിന്നും പുറത്തു വരുന്നത്. അടുത്ത 2 ദിവസങ്ങൾക്ക്
ഡിവൈഎസ്പിയുടെ റിട്ടയർമെന്റ് പാർട്ടി നടത്താനിരുന്ന യാത്രയപ്പിനുള്ള പന്തൽ ആലപ്പുഴയിൽ ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ കെട്ടിയിരുന്നു. ആ ഡിവൈഎസ്പി എം ജി സാബുവിന് യാത്രയപ്പ് നൽകാനായി കെട്ടിയ പന്തൽ പൊളിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ കെട്ടിയ പന്തലാണ് കരാറുകാർ പൊളിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. പന്തൽ പൊളിച്ചത് പോലീസുകാർ ആവശ്യപ്പെട്ടതാണ്. ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം കരാറുകാർക്ക് അറിയില്ല. പോലീസ് ആസ്ഥാനത്ത് നിന്നൊരു കോൾ വന്നു. ഇത് കരാറുകാരോട് പന്തൽ കെട്ടാൻ ആരാണോ പറഞ്ഞത് അവർ തന്നെ വിളിച്ച് പറഞ്ഞ ഈ പന്തൽ പൊളിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ മാസം 31-നായിരുന്നു എം ജി സാബു വിരമിക്കുകയും അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുൻപിൽ യാത്രയപ്പിനുള്ള ഒരു പന്തൽ കെട്ടിയിട്ടുള്ളതും അത് ഇന്ന് പൊളിക്കുകയും ചെയ്തിട്ടുള്ളത്. 2 പേർക്ക് നടപടി ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഒരു CPO മറ്റൊരു പോലീസ് ഡ്രൈവറാണ്. ഇവർ മസിനഗുഡിയിലെ യാത്ര കഴിഞ്ഞ് അവധി ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് അങ്കമാലിയിൽ ഡിവൈഎസ്പിക്കൊപ്പം ഈ പാർട്ടിയിൽ ഇവർ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. പക്ഷേ അത് ആലപ്പുഴ ജില്ലയിലെ ഉദ്യോഗസ്ഥൻ ആണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ ഒരു സംഭവത്തിൽ ഇന്ന് രാവിലെ തന്നെ ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് റിപ്പോർട്ട് ഉച്ചയോടുകൂടി തന്നെ റിപ്പോർട്ട് കൈമാറുകയും ഉച്ചയ്ക്ക് ശേഷം DGPയുടെ തന്നെ അനുമതിയോടുകൂടിയാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താണെങ്കിലും സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. എറണാകുളം റൂറൽ പോലീസ് മേധാവിയുടെ തലത്തിൽ നിലവിൽ ഈ ഡിവൈഎസ്പിക്കെതിരായിട്ടുള്ള ഡിവൈഎസ്പിയുടെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള നടപടിയും മറ്റു കാര്യങ്ങളും വരുന്ന മണിക്കൂറുകളിലും ഒക്കെ തന്നെ വിവരം ലഭ്യമാകും. നേരത്തെ തട്ടേക്കാട് CA ആയിരിക്കുന്ന സമയത്ത് അവിടെ വിദേശികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന കഴമ്പിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ള ആളാണ്. ആലപ്പുഴയിൽ ലഹരിക്കടത്ത് കേസിൽ CPIM നേതാവിനെ സഹായിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ള വലിയ ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയിരുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പത്രമാധ്യമങ്ങളിലടക്കം വന്നു. അത് ഇദ്ദേഹം ചോർത്തിയതാണെന്നുള്ള തരത്തിൽ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടക്കം ഗുണ്ടകൾക്കെതിരെ വലിയ ഒരു സ്പെഷ്യൽ ഡ്രൈവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാനത്ത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ കൊടും ക്രിമിനലിന്റെ ഒപ്പം ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് വലിയ വിവാദമായിരിക്കുന്നത്. അനുജ. അതെ, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഡിവൈഎസ്പി സാബു വിരമിക്കാൻ. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ഡിവൈഎസ്പിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. നമുക്കൊപ്പം ശ്രീ റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ, ശ്രീ KM ആന്റണി, റിട്ടയർഡ് SP എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഈ വാർത്ത ഒരർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇതിനു മുൻപൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പോലീസുകാർക്ക് ഇത്തരത്തിൽ ഗുണ്ടകളുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇത്തരത്തിലേക്കൊരു പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുകയാണ്. അത് ഗുണ്ടാ വേട്ട നടത്തുകയാണ്. സംസ്ഥാനത്താകമാനം നമുക്കറിയാവുന്നതുപോലെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകൾക്കെതിരെ വ്യാപക നടപടി, അവരെ വലയിലാക്കുന്നു എന്നതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ഥലത്ത് സൽക്കാരത്തിനെത്തിയിരിക്കുന്നത് ആരാണ്? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതെന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്, ശ്രീ റെജി ലൂക്കോസ്? അനുജത് നമ്മുടെ കേരള പോലീസിന് ആകെ ഒരു നാണക്കേടായിപ്പോയി, അപമാനമായിപ്പോയി. ഈ ഉദ്യോഗസ്ഥനെ പരിചയം പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3-4 ദിവസം മാത്രമേ റിട്ടയർ ചെയ്യാനുള്ളൂ. അയാൾ ചെയ്തത് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരള പോലീസ്, രാജ്യത്തിന് മാതൃകയായ കേരള പോലീസിന് ഇതുപോലൊരു ഗുണ്ടയുടെ സർക്കാരത്തിൽ അയാൾ പങ്കെടുത്തതോടുകൂടി അയാൾ ചെയ്തിരിക്കുന്നത് വളരെയധികം നാണക്കേട്, അപമാനമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അയാൾക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ഗവൺമെന്റ് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. DGP ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ കൂടെയുള്ള 2 ഉദ്യോഗസ്ഥര് ഇത് അറിയാതെ കൊണ്ട് ഇയാളോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്തവരാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും നിയമ നടപടികൾക്ക് അവർ വിധേയരായേ പറ്റുള്ളൂ. ഈ DYSPയെ സംബന്ധിച്ചോളം മനീഷ് റിപ്പോർട്ട് ചെയ്ത പോലെ ഞാനിന്ന് പെട്ടെന്നൊരു ചെക്ക് ചെയ്തപ്പോൾ ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ട്രാക്ക് റെക്കോർഡുള്ളൊരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഇനിയിപ്പോ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സർക്കാർ അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വരുന്നത്, ശ്രീ റെജി ലൂക്കോസ്, അത് തന്നെയാണ്, ആ പോയിന്റിലേക്കാണ് താങ്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ തുടർച്ചയായി മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അങ്ങനെ മോശം ട്രാക്ക് റെക്കോർഡ് സമ്പാദിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് DYSP ആയി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇത്തരത്തിലേക്കൊക്കെയുള്ള ഗുണ്ടകളുമായി ബന്ധമുള്ളവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്, ശ്രീ റെജി ലൂക്കോസ്? ഇല്ല, അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അനുജ. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പോലീസിലെ ക്രിമിനലുകളുടെ പെർസെന്റേജ് ആണെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ അത് 12%. 2016 സംസ്ഥാന സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ കേരളത്തിൽ 6%. ഇപ്പൊ 4% കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഉപായം എവിടെ ഉണ്ടാവും. അത് പോലീസിൽ മാത്രമല്ല,
ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും ചെറിയൊരു വിഭാഗം ക്രിമിനൽ മൈൻഡുള്ളവർ കൈക്കൂലിക്കാരൊക്കെ ഉണ്ട്. അതിൽ തർക്കിക്കാറുന്നില്ല. അതുകൊണ്ട് എല്ലാ പോലീസുകാരും മോശമാണെന്ന് നമുക്ക് എല്ലാ പറയാൻ പോലീസുകാരും പറ്റില്ല. മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലേക്ക് ഗുണ്ടാബന്ധമുള്ളവരുണ്ട്. പല കേസുകളും ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ എത്രയോ തവണ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രീ റെജി ലൂക്കോസ്. അപ്പോഴൊക്കെ പോലീസിന് ഇങ്ങനെയുള്ളവരുമായി ബന്ധമുണ്ട് എന്നതിലേക്ക് അതൊക്കെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോഴിത് അതിന്റെ കൃത്യമായ തെളിവുകളോടെയാണ് ഒന്ന് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ പോലീസിന്റെ അഭിമാനം, അന്തസ്സിനെ ഇതുപോലുള്ള വളരെ ചുരുക്കം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണക്ക് ചേർത്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് കർശനമായ നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അപലപിക്കേണ്ട ഒരു സംഭവമാണ് റൂബിൻ ലാൽ എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ശ്രീ കെ എം ആന്റണി, റിട്ടയർഡ് SP കൂടി നമുക്കൊപ്പം ചർച്ചയിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ കെ എം ആന്റണി, ഇത് പോലീസ് സേനയ്ക്ക് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്? ഇത് ഒരു DYSP ആണ് ഇത്തരത്തിൽ ഗുണ്ടയുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ആ വീട്ടിലിരിക്കുന്നത്. ഇതൊരുപക്ഷെ പുറത്തു വരില്ലായിരുന്നു. ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഇന്നലെ SI അങ്ങോട്ടേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇത് പുറത്തു വരില്ലായിരുന്നിരിക്കാം. തീർച്ചയായിട്ടും അനുജയ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പോലീസിലെ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതും അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം മൊത്തം അറിയുന്ന ഒരു ഒരു ക്രിമിനലിന്റെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാനോ വീട്ടിൽ സന്ദർശിക്കുവാനോ പോകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും ഈ 2-3 ആഴ്ചയായിട്ട് ഗുണ്ടകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വാർത്താ മാധ്യമങ്ങളിലും ജനങ്ങളിലും ഭീതി ഉളവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അധ്വാനിക്കുന്ന അല്ലെങ്കിൽ രാവും പകലും ഒരുപോലെ അധ്വാനിക്കുന്ന പോലീസ് സേനയിലെ ഓരോ അംഗത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അപമാനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ചെയ്തിയാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നാട്ടുനടപ്പാണോ ശ്രീ കെ എം ആന്റണി? ഇപ്പോൾ വിരമിക്കുന്നതിന് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ, 3 നാൾ മാത്രമാണ് വിരമിക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ വിരമിക്കുന്നതിന്റെ ഭാഗമായി ഗുണ്ട സൽക്കാരം നടത്തുകയാണ്. ഇതൊക്കെയാണോ നാട്ടുനടപ്പ്? ഇയാൾ പറഞ്ഞപ്പോൾ അവർ പോയി എന്നുള്ളതായിരിക്കാം. എന്റെ അറിഞ്ഞുകൂടാ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. എന്തു തന്നെ ആയിരുന്നാലും ഇത് യാതൊരു കാരണവശാലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇളവനുവദിക്കാനോ പാടില്ലാത്ത ഒരു വലിയ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു പ്രധാന ഗൗരവമുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ട് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് സേനയിൽ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെന്ന് ഇടപെടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കപ്പെടുവാനോ പാടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഓഫീസർമാർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും അങ്ങനെയുള്ള ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഇന്നലെ ഒരു സബ് ഇൻസ്പെക്ടർ അങ്കമാലിയിൽ ഒരു റെയ്ഡ് നടത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു റെയ്ഡ് വരില്ല എന്നുള്ള ഉറപ്പിലായിരിക്കാൻ ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്ന ആ സ്ഥലത്തേക്ക്. അല്ല, അപ്പോൾ എന്റെ ചോദ്യം ശ്രീ റെജി ലൂക്കോസ്, ഇപ്പൊ ഈ ഓപ്പറേഷൻ ആഗ് എന്നുള്ളത് പോലീസ് വ്യാപകമായി നടത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഈ നട്ടുച്ച സമയത്തൊക്കെയാണ് വെട്ടിക്കൊലയുടെ വാർത്തകൾ പലയിടത്തും തലസ്ഥാനത്ത് നിന്നുൾപ്പെടെ വരുന്നു. അങ്ങനെ പല തരത്തിലേക്കുള്ള ക്രിമിനൽ പ്രവൃത്തികളുടെ ഇടമായി നമ്മുടെ നാട് മാറുന്നു എന്ന സംശയം ഉയർന്നപ്പോഴാണ് ഗുണ്ടകൾക്ക് എതിരെ വ്യാപക നടപടിയുമായി പോലീസ് എത്തുന്നു. ഓപ്പറേഷൻ ആഗ്, അതിൽ ഗുണ്ടകളെ വലയിലാക്കുന്ന കണക്കൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് ഓപ്പറേഷൻ ആഗ് നടക്കുമ്പോൾ തന്നെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം ഗുണ്ടകളുമായി ബന്ധം വച്ചു പുലർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ നടപടികളുടെയൊക്കെ വിശ്വാസ്യത എവിടെയാണ് ശ്രീ റെജി ലൂക്കോസ്? ഇല്ല, നടപടികൾക്ക് വിശ്വാസ്യത കുറയത്തില്ല. അതിന് കാരണം പറയാം. ഇപ്പൊ തന്നെ കേരളത്തില് ഏതാണ്ട് 1000-ന് മുകളിൽ തന്നെ ഗുണ്ടകളെ അകത്തായി കഴിഞ്ഞു. ഇപ്പൊ ഈ ആഗെന്ന് പറയുന്ന പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ആ നടപടിയിലൂടെ നിരവധി പേരെ എല്ലാ ജില്ലകളിലും അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെയല്ല, പോലീസിന്റെ ജാഗ്രതയുടെ ഏറ്റവും ഒരു തെളിവ് പറയാം. ഈ അങ്കമാലിയിൽ ഈ പറയുന്ന ഗുണ്ടയുടെ വീട്ടിൽ ഈ പറയുന്ന സർക്കാർ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് രഹസ്യവിവരം കിട്ടിയതിന് അങ്കമാലിയിൽ സബ് ഇൻസ്പെക്ടറാണ് ആ വീട് റെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ പോലീസിന്റെ ഒരു ജാഗ്രതയാണ്. ഇതുപോലത്തെയുള്ള ലജ്ജാകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും അതും പോലീസിന്റെ ഒരു ജാഗ്രത തന്നെ. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതായത് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം സത്യത്തിൽ നാണക്കേടായി പോയത് കേട്ടപ്പോൾ. കാരണം കേരളം പോലെ ഒരു പരിധിവരെ ലോകത്തിന് തന്നെ മാതൃകയായ പോലീസുകാരെ നമ്മുടെ പോലീസുകാരെ എന്ന് പറഞ്ഞത് എത്ര മിടുമിടുക്കന്മാരായ മനുഷ്യസ്നേഹികളായ സാമൂഹിക പ്രതിനിധികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ സംഘമാണ് 55,000-ഓളം വരുന്ന കേരളത്തിലെ പോലീസുകാരെ എന്ന് പറയുന്നത്. ഇത്തരം ചില അഴുക്കുകളെ, ഇത്തരം ചില വിഴുപ്പ് പാണ്ഡങ്ങളെ അപൂർവമായിട്ട് ഈ പോലീസുകാരനെ ഉള്ളത് സ്വാഭാവികമായിട്ട് അനുജയുടെ ചോദ്യത്തിനോട് ഞാനും പിന്തുണ തരുവാണ്. ഇതുപോലെയുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിന്റെ നിഴലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കൈകാര്യം ചെയ്യണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ളവരെയും
രോഗമർദ്ദനത്തിന്റെ ആശാന്മാരായിട്ടുള്ള 18 ഉദ്യോഗസ്ഥരെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിരിച്ചുവിട്ടിട്ടുണ്ട്. 52 പേർക്ക്. ഇത് 3 പക്ഷേ മാസം ഇവിടെ ശ്രീ ആന്റണി, ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്റെ പൂർവ്വ ചരിത്രം എന്താണ്? അത് പരിശോധിച്ചാൽ ഇതിനു മുൻപ് പലതരത്തിൽ നടപടികൾക്ക് വിധേയനായിട്ടുള്ളയാളാണ്. തട്ടേക്കാട് CI ആയിരുന്ന സമയത്ത് വിദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. അതുപോലെ CPIM നേതാവ് ഷാനവാസ് ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ റിപ്പോർട്ട് നൽകി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. പക്ഷേ റിപ്പോർട്ട് നൽകിയത് വലിയ വിവാദമായി മാറി. നമ്മളൊക്കെ ഇത് വാർത്തയാക്കിയതാണ്. ഷാനവാസിന് അനുകൂലമായി റിപ്പോർട്ട് നൽകി. ഇങ്ങനെ പലതരത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയനായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഒരു ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ച് DYSP ആയി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ സർവീസിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസം മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നു എന്നുള്ളതും അതിന്റെ കൂടി പരിണിത ഫലം എന്ത് എന്നതുകൂടിയല്ലേ ഇന്നത്തെ ഈ സംഭവം വ്യക്തമാക്കി തരുന്നത്? അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർ അവരുടെ സർവീസ് പൂർത്തീകരിക്കുന്നത് ഭംഗിയായിട്ടായിരിക്കില്ല എന്നുള്ളൊരു തെളിവ് കൂടിയാണിത്. പോലീസ് എന്ന് പറയുന്നത് സത്യമുള്ള ഒരു സംവിധാനമാണ്. കാരണം നമ്മള് നിയമവും അതനുസരിച്ചുള്ള കാര്യങ്ങളും കൃത്യമായും സത്യസന്ധവുമായി ചെയ്യേണ്ടതാണ്. അതിനല്ല എങ്കിൽ അതിനൊരു മറുപടി എപ്പോഴെങ്കിലും കിട്ടും. ഇനി വിരമിക്കാൻ ഇയാൾ സുഖകരമായിട്ടോ അല്ലെങ്കിൽ വിജയകരമായിട്ടോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടോ വിരമിച്ചു പോകേണ്ടതായിരുന്ന ഒരാളാണ് ഈ 3 ദിവസത്തിനകം ഇങ്ങനൊരു പ്രശ്നത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ഇതിനു മുമ്പ് അങ്ങനെയുള്ള ചെയ്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ അയാളെ പറ്റി അങ്ങനെയുള്ള ആക്ഷേപങ്ങളോ അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കാളിയായിരുന്നോ എങ്കിലും അയാൾക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ 3 ദിവസമേ ഉള്ളൂ എന്നുള്ളതല്ല. ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടുകയും അതിനനുസരിച്ചുള്ള നടപടി മാതൃകാപരമായിട്ട് എടുക്കുമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ റെജി ലൂക്കോസ്, തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, അയാൾക്ക് ഒരു കൂസലുമില്ല. കാരണം ഇത്തരത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ അയാൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ ആകെ എവിടെ നടന്നാലും തന്നെ അതൊന്നും ബാധിക്കില്ല എന്ന കൂസലില്ലായ്മ കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുമ്പോഴാണ് ഇങ്ങനെ സൽക്കാരം നടത്തുന്നത്. തീർച്ചയായിട്ടും അത് അത്ഭുതകരമായ ഒരു സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയെ, ഒരു സേനയുടെ ഇച്ഛാശക്തിയെ, ക്രമസമാധാനം പാലിക്കാനായിട്ട് എടുക്കുന്ന നടപടികളെ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ തുരങ്കം വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തരക്കാരെ സ്വഭാവദൂഷ്യമുള്ളവരെ പിരിച്ചുവിടാനായിട്ടുള്ള നിയമം ഈ പോലീസ് മാനുവലിനകത്തുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ 18 ഉദ്യോഗസ്ഥർ, അതിൽ സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, DYSP ഉണ്ട്, മറ്റു പോലീസുകാരുണ്ട്, പിരിച്ചുവിടുകയും 52 പേർക്ക് 3 മാസം മുമ്പുള്ള കണക്കിൽ 52 പേർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പിരിച്ചുവിടലിന് മുന്നോടിയായിട്ടുള്ളത്. അപ്പൊ ഇവരെ പോലുള്ളവർക്ക് ഇപ്പൊ ആന്റണി സാർ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥന്റെ ഇനി ഒരു ആനുകൂല്യം നൽകാൻ പാടില്ല. അയാൾക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്റെ അറിവും മനീഷ് റിപ്പോർട്ട് ചെയ്തതും ശരിയാണെന്നുണ്ടെങ്കിൽ സർക്കാർ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ആനുകൂല്യം? ഈ പെൻഷൻ നടപടി, പെൻഷൻ അത് തടഞ്ഞു വയ്ക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് അതങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ നടപടി എടുക്കാത്തത് എന്ന് പോലും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതുവരെ പല കാര്യങ്ങളിൽ പ്രതിക്കൂട്ടിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ക്രൈംബ്രാഞ്ച് DYSP ആയി വിരമിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇനി എന്താ ആനുകൂല്യത്തിന്റെ കാര്യമാണ് പറയുന്നത്? അല്ല, ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അവർക്ക് പെൻഷൻ ഉണ്ട്, അവർക്ക് അവരുടെ പ്രോഡം ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് അത് തടയരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ ഇപ്പൊ നടപടി എടുക്കാതെ വിട്ടത്. മറ്റു 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, ഇദ്ദേഹത്തിന്റെ പേര് പോലും അവിടെ പരാമർശിക്കാതെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ അടിയന്തരമായിട്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാവുന്ന രീതിയിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അത് ഒരു CPO ഒരു ഡ്രൈവർ എടുത്തു കഴിഞ്ഞു. മറ്റത് മുകളിലേക്ക് തന്നെ റൂറൽ SP-യുടെ ശുപാർശ DGPക്ക് എന്നു. DGP അയക്കെതിരെ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ ഒരു തരത്തിൽ പോലും രക്ഷപ്പെടുന്ന സമീപനം പോലീസ് സേനയിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അടിയന്തര നടപടിക്കായിട്ട് ആവശ്യപ്പെട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത്തരം ഗുണ്ടകളുമായിട്ട് മറ്റൊക്കെ വീട്ടിൽ പോയി സർക്കാരിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും വെച്ച് പുറപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കണക്കോട് അവതരിപ്പിച്ചത്. നാളെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർക്കാനിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഓപ്പറേഷൻ ആകുമായി ബന്ധപ്പെട്ട പോലീസ് സേനയുടെ യോഗം വിളിച്ചു ചേർക്കാൻ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി. ആ സമയത്താണ് ഇങ്ങനെ ഒരു നാണക്കേട് കൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇയാള് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെയാണ് കൂടി അവമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവായ ബോധത്തെ പോലും അയാൾ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതൊന്നും ഇയാളെന്ന് 1% പോലും ഒരു ആംഗിളിൽ വെച്ച് പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ശക്തമായ നടപടി ഇയാൾക്കെതിരെ എടുക്കും. അത് മറ്റ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്ന് നമ്മുടെ സേനയിൽ ഇത്തരക്കാർ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു തർക്കം. അതുകൊണ്ടാണ് കേരളം ഈ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തട്ടിട്ട് നോക്കുമ്പോൾ നമ്മുടെ സേന എത്രയോ ഉയരത്തിലാണ്, എത്രയോ നല്ല ഉദ്യോഗസ്ഥരാണ്, വളരെ ഫ്രണ്ട്ലിയാണ് അവര്.
അവരോട് സംസാരിക്കുമ്പോൾ എത്രയോ ആളുകൾ അത് പിന്നെ അനുഭവത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഉദ്യോഗസ്ഥര് നമ്മുടെ നാടിന് തന്നെ നാണക്കേട്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു അറിയപ്പെടുന്ന ക്രിമിനൽ ബാഗിനോടുള്ള ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ ടൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സർക്കാരത്തിനായിട്ട് കയറി SI അറിഞ്ഞുകൊണ്ട് ആ SIക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം അദ്ദേഹം ഈ ഗുണ്ടയെ പിടിക്കാനായിട്ട് ഈ വിവരം രഹസ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ വീട് വളഞ്ഞ് റെയ്ഡ് ചെയ്തപ്പോൾ ഇയാൾ ബാത്റൂമിൽ കയറി ഒളിച്ച് എത്ര ലജ്ജാകരമായി ആണ് ചെയ്തത്. അയാൾ ഒരിക്കലും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന അയാളുടെ കീഴിലുള്ള 2 ഉദ്യോഗസ്ഥരെ അയാൾ ബലിയാടാക്കി. വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ശരിയായിരിക്കും, വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ ഇയാൾ നിർബന്ധിച്ച് എന്റെ സുഹൃത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അവരും ബലിയാടായി. ഇനി അവരും കുറ്റവാളികളാണ്, ശിക്ഷിക്കണം. അടിയന്തരമായിട്ട് എടുക്കാവുന്ന നടപടി അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇത്തരക്കാർക്ക് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. എത്ര ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും മാലിന്യങ്ങൾ എവിടെയെല്ലാം അടിഞ്ഞുകൂടുന്ന പോലെ എത്ര ശുചീകരിച്ചാലും നമ്മുടെ എല്ലാ അതെ, ആ നടപടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ ആന്റണി, ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ നടപടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ നടപടി എന്ന വാക്ക് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. ആ നടപടി എന്നുള്ളത് അത് എവിടം വരെ പോകും, അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിൻ്റെയൊക്കെ വിശ്വാസ്യത എന്നതുകൂടിയല്ലേ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളുടെ മുന്നിലേക്ക് ചോദ്യമായി ഉയർത്തുന്നത്. ഇദ്ദേഹം ഇത്ര കാലം വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച് പല പോസ്റ്റുകളിലേക്കൊക്കെ എത്തി ഇപ്പോൾ വിരമിക്കാനിരിക്കുകയാണ്. ചീത്തപ്പേരുണ്ടാക്കിയ ഒരാൾ തന്നെയാണ് ഇങ്ങനെ വിരമിക്കാനിരിക്കുന്നത്, ഇങ്ങനെ ഒരു ഉയർന്ന റാങ്കിൽ. അപ്പോൾ അദ്ദേഹം ഒരു നൊട്ടോറിയസ് ആയ ക്രിമിനലുമായി ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം ഈ തരത്തിലേക്ക് നെക്സസ് അദ്ദേഹത്തിന് പലരുമായി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടപടി എന്ന് പറയുമ്പോൾ ഈ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നത് കൂടിയല്ലേ ഇത് വെളിവാക്കി തരുന്നത് ശ്രീ ആന്റണി? സാങ്കേതിക പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടാകും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്, അതിനുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ആ വിവരങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിക്കും. ഇനി 2 അതിഥികളും അല്പസമയം കൂടി എനിക്കൊപ്പം തുടരുക. റൂബിൻ ലാലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പോലീസ് തന്നെയാണ്. ഈ വിഷയത്തിൽ കൂടിയുള്ള നിങ്ങളുടെ പ്രതികരണം എനിക്ക് തേടേണ്ടതുണ്ട്. ഇത് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന് വിധേയനായ വിവരം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. വാർത്താ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത റൂബിൻ ലാലിനെ പോലീസ് ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലുന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. സിഐയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. അശ്വിൻ പാലാഴി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, ആദ്യം ഇപ്പോൾ ഈ വനം വകുപ്പിന് ഇത്രയ്ക്ക് പ്രതികാര ബുദ്ധി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി തന്നെ റൂബിൻ ലാൽ പല വാർത്തകൾ ചെയ്തിരുന്നു. അത് വനം വകുപ്പിൻ്റെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല വാർത്തകളും ഉണ്ടായിരുന്നു. അതിൽ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നതും അതിനെ തുരത്താൻ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തതുമൊക്കെ നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞതാണ്. അങ്ങനെ റൂബിൻ ലാൽ അത് വാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു. അത് കൊന്നക്കുഴി ഡിവിഷന് കീഴിലാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടുപന്നി വാഹനം ഇടിച്ച് പരിക്കേറ്റ് കിടക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടേക്കാണ് റൂബിൻ എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്നത് കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിലെ ആളുകളാണ്. അവരാണ് പറയുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ ഭൂമിയിലാണ് ഈ കാട്ടുപന്നി കിടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനാവില്ല. അതായത് മുൻവൈരാഗ്യം പല കാര്യങ്ങളുടെ പേരിൽ റൂബിനുമായുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സാണുള്ളത്. അവിടുത്തെ ബീറ്റ് ഓഫീസറായ ജാക്സന്റെ നേതൃത്വത്തിലാണ് ആദ്യം റൂബിനെ തടയുന്നത്. എന്തുകൊണ്ടാണ് ദൃശ്യം പകർത്താൻ കഴിയാത്തതെന്ന് ചോദ്യം ചെയ്തതോടെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിക്കുകയും റൂബിനെ മർദ്ദിക്കുകയുമായിരുന്നു അവിടെ ഉണ്ടായത്. അത് ബീറ്റ് ഓഫീസറായ ജാക്സന്റെ നേതൃത്വത്തിലാണ്. അതിന് പിന്നാലെ ഈ സംഭവം വാർത്തയാകുന്നു. വനം മന്ത്രി വിഷയത്തിൽ ഇടപെടുന്നു. ആ വനം മന്ത്രി ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചു. ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ് മണിക്കൂറുകൾക്ക് ശേഷം സംഭവമുണ്ടായി. അന്വേഷണവും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ജാക്സന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ റൂബിനെതിരെ പരാതി നൽകുന്നത്. ആ പരാതി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും വനഭൂമിയിൽ അതിക്രമിച്ചു കയറി എന്നുള്ളതാണ്. റോഡിൽ വാഹനമിടിച്ചു കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ഇങ്ങനെ വനഭൂമിയിൽ
അതിക്രമിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ വ്യാജ പരാതി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പോലീസിന്റെ കൈകളിലേക്കാണ് സംഭവം പോകുന്നത്. പോലീസിന്റെ കൈകളിലെത്തുമ്പോൾ അവിടെയും സമാനമായ രീതിയിൽ ക്രൂരമർദ്ദനമാണ് റൂബിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വീട് വളഞ്ഞ് കൊടും കുറ്റവാളിയെ പോലെ റൂബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിരപ്പള്ളി സ്റ്റേഷനിലെത്തി CI ആൻഡ്രിക്കിന്റെ നേതൃത്വത്തിൽ വസ്ത്രമുരിഞ്ഞ് അടിവസ്ത്രത്തിൽ നിർത്തി മർദ്ദിക്കുന്നു, അസഭ്യം പറയുന്നു. എന്തായാലും വനംവകുപ്പും പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കൊടും കുറ്റവാളിയാക്കി ഈ ഒരു മാധ്യമപ്രവർത്തകനെ മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കാട്ടാന ഇറങ്ങുന്ന വിഷയം ഉൾപ്പെടെ വനംവകുപ്പിനെതിരെ വാർത്തകൾ ചെയ്തു തന്നെയാണ് ഈ വൈരാഗ്യത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അനുജ. അതെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ ആന്റണി, ഒപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ ആന്റണി, ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ ഈ വിഷയം താങ്കൾക്കൊരു പക്ഷേ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. അതിലൊരു CIയുടെ അതിക്രൂര മർദ്ദനം, അതിനെ കാടത്തം എന്നാണോ, എന്താണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ള സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതൊന്നും പാലിക്കാതെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കുകയാണ്. അത് അദ്ദേഹത്തെ നാണം കെടുത്തി കളയുന്ന തരത്തിലേക്ക് ലോക്കപ്പിൽ നിർത്തുന്നു. 8 മണിക്കൂറോളമാണ് അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അടിവസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥയൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത്. അങ്ങനെ അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അതിനെതിരെയാണ് ഈ പോലീസിന്റെ നടപടി. ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നതോ അതും ഇത് തന്നെ. കൃത്യനിർവഹണം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയാണ്, എന്നിട്ട് കള്ളപ്പരാതി കൊടുക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു. ഇത് ഇവിടെയും പോലീസ് പ്രതിക്കൂട്ടിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവൃത്തികൾക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് കാണേണ്ടത്? റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യം ശരിയാണ് എങ്കിൽ ആ ഇൻസ്പെക്ടർ ചെയ്തിരിക്കുന്നത് ശരിക്കും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം മാധ്യമപ്രവർത്തകൻ ആകണമെന്നില്ല. ഒരു വ്യക്തിയെ, ഒരു പൗരനെ രാത്രിയിൽ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ക്രൂരമായിട്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഒരു നിബന്ധനയില്ല. ഉണ്ട് നിബന്ധന, പക്ഷെ അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മൊത്തം ഇതിന്റെ വാർത്തകൾ വരുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തോടു കൂടി ആണ് പ്രവർത്തിച്ചത് എന്ന് തോന്നാം ഈ ഇൻസ്പെക്ടറുടെ പ്രവർത്തനം. കാരണം അതിന്റെ ആവശ്യമില്ല. ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാട്ടുപന്നി ഉപദ്രവം അല്ലെങ്കിൽ അപകടം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കാര്യമാണ്. ഇതിപ്പം ഇന്നോ നാളെയോ തീരാനുള്ളതേ ഉള്ളൂ. കാരണം ഇയാൾ നാട് വിട്ടു പോകാൻ സാധ്യതയുള്ള ആളുമല്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവാം. അത് നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോവുകയും ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പെരുമാറാൻ പാടില്ല. ശരിക്കും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതേ എങ്കിൽ, എനിക്ക് ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ. ശരിയായ രീതിയിൽ അതിന് സമയമെടുത്ത് ഇയാളുടെ അമ്മ, പ്രായമുള്ള അമ്മ ഉൾപ്പെടെ ഉള്ള സമയത്താണ് അയാളെ കൂട്ടി വന്നത് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം ഗൗരവമായിട്ട് ഗുരുതരമായിട്ട് എടുക്കേണ്ടതായ ഒരു കേസാണോ ഇത്? ഒരു ഫോറസ്റ്റ് ആക്ട് പ്രകാരം അല്ല, ഇനി ഗുരുതരമായ കേസാണെങ്കിൽ പോലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ശ്രീ ആന്റണി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു എൻക്വയറി നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല, അതിൽ മറ്റ് ഇടപെടലുകളും അതിൽ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇൻസ്പെക്ടർ ഇത്രമാത്രം വേഗത്തിൽ അല്ലെങ്കിൽ ഇത്രമാത്രം ശീഘ്രഗതിയിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണേലും ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിനകത്ത് IG ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതിൽ എൻക്വയറി നടക്കുന്നുണ്ട്, അതിൽ റിപ്പോർട്ട് പോകും, അതിലും നടപടി വരും എന്ന് തന്നെയാണ് അയാളുടെ ഭാഗത്തുനിന്ന് അപാകത ഉണ്ടെങ്കിൽ നടപടി തന്നെ വരുമെന്നുള്ളതിന് ആണ് പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ് മാധ്യമപ്രവർത്തകനെ ഇന്ന് ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അയാളുടെ ബെയില് നാളെ വാദത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോ അതിൽ നാളെ അയാൾക്ക് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുമോ? അയാൾ പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അയാൾക്ക് ക്രൂരമല്ലെങ്കിലും അയാളോട് മോശമായ നടപടികൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഇതിൽ ശ്രീ ആന്റണി, ഇപ്പോൾ ഒരു കൊടും കുറ്റവാളിയാണോ എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള നടപടികൾ നടക്കാൻ പാടില്ലാത്തതല്ലേ? ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ലോക്കപ്പിൽ കൊണ്ടുചെന്നിട്ട് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ. അല്ല, അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് അറസ്റ്റിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ വിരോധം അല്ലെങ്കിൽ
പ്രത്യേക താല്പര്യത്തോടുകൂടി ചെയ്തു എന്നുള്ള തോന്നലിൽ പുറമേ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിൽ ഉൾപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ പോലീസ് കേസോ ഒക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും അന്വേഷിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ആവശ്യമായിരിക്കും. അവരുടെ തൊഴിലിനെയോ അല്ലെങ്കിൽ അവർ ചെയ്ത ഏതെങ്കിലും കാര്യത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി പോലീസിൽ ഒരു കേസ് കൊടുത്ത് പോലീസ് അന്വേഷിക്കുമെന്ന് വരുത്തി തീർക്കേണ്ടതും പിന്നീട് അവരുടെ സർവീസിനെ ബാധിക്കുമ്പോൾ അത് കോടതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണർത്തിക്കാൻ വേണ്ടിയുമായിരിക്കാം. നമുക്കറിഞ്ഞുകൂടാ അതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾ മാത്രമേ നമുക്കത് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഇതിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ മാധ്യമപ്രവർത്തകൻ ഭീഷണി നേരിട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. കാരണം ഒട്ടേറെ വാർത്തകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരുന്നു. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെയൊക്കെയുള്ള വാർത്തകളൊക്കെ അതിലുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് ഇവർ സ്വീകരിക്കുന്ന നടപടി, അവരുടെ ഉദാസീനത, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരെ ചൊടിപ്പിച്ചിരുന്നു. ആ ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീ കെ ആന്റണി, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ആ രീതിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അപാകത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് വിരോധം സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് ഉണ്ടാവാം. അത് വ്യക്തിപരമായിട്ട് തന്നെ മാറുകയും ഈ രീതിയിൽ അത് അധികാരത്തിന്റെ രീതിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അപ്പോൾ അത് മറ്റൊരു വകുപ്പ് കൂടി അതിന് കൂട്ടുനിൽക്കുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായി മാറുന്നു ശ്രീ ആന്റണി? അല്ല, അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. അത് വ്യക്തമായ ഒരു അന്വേഷണം ഏതായാലും ഉണ്ടാവട്ടെ, അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, അതിന് തീരുമാനമെടുക്കുക. കാരണം ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിലോ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. അയാളോട് മോശമായിട്ട് മാധ്യമപ്രവർത്തകനോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചാനലുകൾ. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ ഉണ്ട് അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന എൻക്വയറിയിൽ അത് പ്രകടമാകും. മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആ പോലീസ് സ്റ്റേഷനിലുള്ള മറ്റുദ്യോഗസ്ഥരോടും ഇയാളുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ആയിട്ട് അവരുടെ മൊഴിയെടുത്തും അന്വേഷിച്ചും വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ വെളിവാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, കോടതി വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ കെ എം ആന്റണി. താങ്കൾക്ക് തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ പക തീർക്കുകയാണ്. അത് എന്തിനാണ്? വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഒട്ടേറെ വാർത്തകൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഇടമലക്കുടിയിലൊക്കെയുള്ള ആദിവാസികളുടെ പ്രശ്നങ്ങൾ അടക്കമുണ്ട്. കൂടാതെ ഈ മേഖലയിലൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണം എത്ര രൂക്ഷമാണ്, അവിടെ ആളുകൾ മരിക്കുന്നത്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇടപെടൽ, അതിൻ്റെ ഉദാസീനത, അവർ കാണിക്കുന്ന അലംഭാവം, ഇതെല്ലാം അദ്ദേഹം പുറം ലോകത്തെ അറിയിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തോട് വൈരാഗ്യമാണ്. നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന ഭീഷണി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പന്നിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ, ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിന് പോലീസ് കൂടി കൂട്ടുനിൽക്കുകയാണ്. ഈ എത്ര നീചമായി, എത്ര കാടത്തമാണ് ഇദ്ദേഹത്തിന് നേരെ കാട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും. അതായത് റൂബിൻലാൽ എന്ന് പറയുന്ന അതിരപ്പള്ളി ഭാഗത്തെ 24ന്റെ പ്രാദേശിക ലേഖകനോട് ആ വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 24 വാർത്ത മുഴുവൻ ഞാൻ കേട്ട ഒരാളാണ്, ശരിയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. തന്നെയുമല്ല, ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമം എന്ന് പറയുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമുള്ള ഒരു ഘടകമാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾക്ക് യുദ്ധമേഖലയിൽ പോലും പരിരക്ഷയുണ്ട്. യുദ്ധമേഖലയിൽ പോലും അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പരിരക്ഷയുള്ള ഒരു വിഭാഗമാണ് മാധ്യമം എന്ന് പറഞ്ഞാൽ. മാധ്യമങ്ങളെ പോലും കൂച്ചുവിലക്കിടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജനാധിപത്യം അസ്തമിച്ചു എന്നുള്ളതാണ്. ഇതറിയാൻ ഇത് നടക്കുന്ന കേരളത്തിലാണ് ശ്രീ റെജി ലൂക്കോസ്. നമ്മളിപ്പോ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മുടെ ഈ പ്രസ് ഇൻഡെക്സ് ഒക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ നിരന്തരം പറയുന്നതാണ്. അപ്പോൾ കേരളത്തിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ആരെയാണ് പറയേണ്ടത്? ഇല്ല, അതിനെ ഒരു സാമാന്യവൽക്കരിച്ചല്ല നമ്മൾ കാണേണ്ടത്. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ ആരാണോ അവർക്കെതിരെയുള്ള നീക്കമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചില ആൾക്കാർക്ക് മനുഷ്യരെ കാണത്തില്ല, അവർക്ക് മൃഗങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. മനുഷ്യരെന്ന് പറഞ്ഞ വർഗത്തോട് ഇവർ മനുഷ്യരാണല്ലോ എന്ന് സംശയം തോന്നും. അവർക്ക് ഇഷ്ടമല്ല. അത് എല്ലാവരും ഒന്നുമല്ല, നല്ല ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് നിരവധി പേരുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ, ഈ പറയുന്ന ആതിരപ്പള്ളിയിൽ ഒരു കാട്ടുപന്നിക്ക് പരിക്കേറ്റു. ഇത് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തി അതിന്റെ ചിത്രങ്ങൾ എടുത്ത് വാർത്ത കൊടുക്കാനായിട്ട് അസമയത്ത് പോലും അവിടെ പോയി സാഹസികമായിട്ട് പോയി അത് കൈകാര്യം ചെയ്തൊരു മാധ്യമ പ്രവർത്തകനെ
അവർ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിനോട് മോശമായി പെരുമാറുന്നതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട വനമന്ത്രി അതിനെതിരെ അന്വേഷണം ഉത്തരവിട്ടു. CCF അസിസ്റ്റന്റ് CCF ആരോ കൃഷ്ണവേല CCFിനാന്ന് തോന്നുന്നു അതിന് ചുമതലപ്പെടുത്തിയത് നിലനിൽക്കെയാണ് ഈ വനം ഉദ്യോഗസ്ഥര് ഇന്നലെ അതിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ അടുത്ത് പ്രഷർ ചെലുത്തി പാതിരാത്രിക്ക് സ്വന്തം അമ്മയെ പോലും അറിയിക്കാതെ കണ്ട് ഒരു രാജ്യദ്രോഹിയോ അല്ലെ ഒരു കൊലപാതകയോ അല്ലെ ഒരു കൊടും ക്രിമിനലെയോ അറസ്റ്റ് ചെയ്യുന്ന പോലെ അസമയത്ത് പോയി അറസ്റ്റ് ചെയ്തത് തന്നെ ഇതിനകത്തൊരു നിയമപരമായ അതെ, അപ്പോൾ അവിടെ ഈ വനം മന്ത്രിയുടെ ഉത്തരവിന് എന്ത് വിലയാണ് ഈ ഉദ്യോഗസ്ഥർ കൽപ്പിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ. ശ്രീ റെജിജു ലൂക്കോസ്, ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് ഇന്ന് മന്ത്രി പറയുകയാണ്. ഇന്നലെ മധ്യമേഖല CCFന് അന്വേഷണം നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അന്വേഷണ ചുമതല എടുത്തു മാറ്റിക്കൊണ്ട് വനം വിജിലൻസ് മേധാവി R ചന്ദ്രശേഖരൻ ഇനി പരാതി അന്വേഷിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വനം മന്ത്രിക്ക് പോലും ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ റൂറൽ SP പ്രതികരിക്കുന്നു. അതിലേക്ക് ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിൻ്റെ വീട് ആംഗമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാറിന് അയച്ചിട്ടുണ്ട്. അത് പേര് പറയാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഒരു ഒഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസിനെതിരെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു. സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. സോ അത് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ ജില്ലയിലുള്ള അത് സോ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നായിരുന്നു. നോ ഇത് ഈ എല്ലാവരും അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. പിന്നെ 2 DYSP അവിടെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പിന്നെ ഇത് ഈ 2 പേർക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ബാക്കി 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി ഗൗരവമുള്ള നടപടിയൊക്കെ വേണ്ടി അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് നമുക്ക് വിശദമായി എൻക്വയറി ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയുള്ള അല്ല, അത് മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. 2 പേര് സസ്പെൻഡ് ആയിരുന്നു. സോ അത് ബന്ധപ്പെട്ട നടപടി ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. SP വൈഭവ് സക്സേനയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ച് DYSP ഗുണ്ട സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു വിവാദമുണ്ടായിട്ടുണ്ട്. ആ വിവാദത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വൈഭവ് സക്സേന നടത്തിയത്. കൂടുതൽ കാര്യങ്ങൾ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ ഈ ചർച്ചയിലേക്ക് മടങ്ങിപ്പോയാൽ ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പോൾ മന്ത്രി ഒരു അന്വേഷണം നേരത്തെ ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് മന്ത്രിക്ക് പോകേണ്ടി വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ വാക്കിന് കൽപ്പിക്കുന്ന വില എന്താണ്? അല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരിക്കലും മന്ത്രിയുടെ വാക്കുകൾ ലംഘിക്കത്തില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ ചില ധിക്കാരികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വകുപ്പ് മന്ത്രിയുടെ പോലും ഒരു ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഈ സർവീസിനകത്ത് കൊണ്ടിരിക്കാൻ യോഗ്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഒരു ജനകീയ സർക്കാരിനെ എത്രയോ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെ അപമാനിക്കാനായിട്ട് ഇവരുടെ കുത്തകപ്പാട്ടം പോലെ അവരിലെ ഫോറസ്റ്റിനെ കൈവശം വെച്ചുകൊണ്ട് അവിടെ ആർക്കും പ്രവേശനമില്ല, നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ പന്നിക്ക് പരിക്കേറ്റതിൽ പോലും സംശയം തോന്നുന്നുണ്ട്. അതും അന്വേഷിക്കണം. ഈ കാട്ടുപന്നിക്ക് പരിക്കേറ്റിയത് ഒരു പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? അതെന്തൊരു നിയമവ്യവസ്ഥയാണ്? അതെന്തൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഒരു മാധ്യമ പ്രവർത്തനോട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പന്നിക്ക് പരിക്കേറ്റതിനകത്ത് പോലും നിങ്ങൾ ദീപക് ധർമ്മടം രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ആ ദീപക് റിപ്പോർട്ട് ചെയ്തനുസരിച്ചാണെങ്കിൽ ഭയാനകരമായ രീതിയിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. കാരണം കാട്ടുപന്നികൾ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ മരിക്കുമ്പോൾ മറ്റാരെ അറിയിക്കാതെ ഇവരുടെ ഭാഗത്ത് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് ഈ റൂബിൻലാൽ എന്ന് പറയുന്ന യുവ മാധ്യമ പ്രവർത്തകനെ
ഭീഷണിപ്പെടുത്തുകയും ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറയുകയും നിന്നെ കണ്ടോണം എന്നൊക്കെ പറയുകയും ചെയ്തത്. തന്നെയല്ലേ ആതിരപ്പള്ളി അല്ല, അപ്പൊ ഭാഗത്ത് ജനങ്ങൾ ഇത്തരത്തിലേക്കൊക്കെയുള്ള ഉദ്യോഗസ്ഥർ, താങ്കൾ പറയുന്ന പോലെ ഷെയ്ഡി ആയിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ എല്ലാ വകുപ്പിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ വനം വകുപ്പിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥർ, പോലീസ് വകുപ്പിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥർ, ഇവർ തമ്മിലും ഒരു നെക്സസ് ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം കള്ള പരാതി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മണിക്കൂറുകളോളം നീണ്ട അതിക്രൂരമായ പീഡനത്തിന് വിധേയനാക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് നമ്മൾ അല്പസമയം മുൻപ് കേൾപ്പിച്ചല്ലോ. ആ ഫോണിൽ ഒട്ടേറെ തെളിവുകൾ ഉണ്ടായിരുന്നു വനംവകുപ്പിനെതിരെ എന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ടുകൾ 24 കണ്ടിട്ടുള്ള. കാരണം വെച്ചാൽ ഈ ആതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഭയന്നാ ജീവിക്കുന്നത്. അവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പിന്നെ പ്രാധാന്യം നോക്കുകയാണ്. അവിടെ മൃഗങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ളൂ, മനുഷ്യർക്ക് യാതൊരു പ്രാധാന്യമില്ല. ഈ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ സംഭവിക്കുന്നു. ഇപ്പൊ ജനങ്ങൾ പ്രതികരിക്കുന്ന കണ്ടില്ലേ? പലപ്പോഴും സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് താക്കീത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇവർ ഈ 1972 വനം നിയമം വെച്ചോണ്ടാണ് ഈ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. ആതിരപ്പള്ളി, പ്രത്യേകിച്ച് ആതിരപ്പള്ളി, വയനാട് പോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങള് ഭീതിയോടെ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ ജോലി, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ജോലി നിർവഹിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ സർക്കാരിലേക്ക് മറ്റു മേഖലകളിലേക്ക് അറിയിക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ആ മനുഷ്യനെ ഈ രീതിയിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ഉത്തരവിനെ ധിക്കരിച്ച ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരും വിളിച്ചു പറയാതെ തന്നെ 24 ഈ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശക്തമായ നടപടി തന്നെ അതിനുവേണ്ടി സ്വീകരിക്കുന്നു. രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതി ചില മാനദണ്ഡങ്ങൾ 4-5 തവണ വിധിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ വിധിയെ പോലും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ വിളയാടാൻ സമ്മതിക്കത്തില്ല. അപൂർവം ചില ഉദ്യോഗസ്ഥന്മാര് ഈ രീതിയിൽ ജനവിരുദ്ധമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇപ്പോൾ ഈ തുടർച്ചയായി തന്നെ പോലീസ് സേനയിലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ. അപ്പോൾ ഒക്കെ നമ്മളത് എല്ലാം ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ KSU പഠന ക്യാമ്പിൽ 70% പേരും മദ്യപിച്ചാണ് എത്തിയതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നങ്ങളാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. KSU ക്യാമ്പിൽ മദ്യം എത്തിയ വഴി എല്ലാവർക്കും അറിയാമല്ലോ എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ ചേട്ടാ വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ KPCC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു KSU പ്രവർത്തകനാണ്. സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പ് വൈരാഗ്യമാണ്. പ്രസിഡന്റ് വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇരുന്ന് 70% ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായി എത്തിച്ചു കൊടുത്തിട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. വാർത്ത ചോർത്തി നൽകിയതിന് അനന്തകൃഷ്ണൻ ഉൾപ്പെടെ 2 പേരെ NSU നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം KSUവിലെ ഗ്രൂപ്പ് തർക്കം അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരികയാണോ? നമുക്കറിയാവുന്നതുപോലെ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളും തമ്മിലൊക്കെയുള്ള തർക്കം അത് ഈ തരത്തിലേക്ക് പുറത്തു വന്നിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും KSU ഒരു കാലഘട്ടത്തിലും ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല. കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവിടെയും ഭാരവാഹികളായി നിൽക്കാറുള്ളത്. എന്തായാലും KSU സംസ്ഥാന പ്രസിഡന്റിന്റെ പകവീട്ടലാണ് ഇതിനെയൊക്കെ പ്രശ്നമെന്നാണ് ഏറ്റവും ഒടുവിൽ അനന്തകൃഷ്ണൻ പറയുന്നത്. 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന പേരിൽ 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് കൂടാതെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അടി കൊണ്ടവനും എതിരെ മാത്രം നടപടിയെടുക്കുകയും അടി കൊള്ളാത്ത ആളുകളെ അടിച്ച ആളുകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യം KSU ക്യാമ്പിന്, നെയ്യാർ ഡാമിലെ KSU ക്യാമ്പിനെത്തിയ 70% പ്രവർത്തകരും മദ്യപിച്ചാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മദ്യം എത്തിയ വഴി നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചൂണ്ടുകയാണ്. അതായത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് നേർക്ക് തന്നെയാണ് കുന്തമുന തീർച്ചയായും സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉയർത്തുന്നത്. എന്തായാലും NSU നേതൃത്വത്തിനടക്കം ഈ വിഷയത്തിൽ പരാതി നൽകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് KPC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്നയാളാണ് അനന്തകൃഷ്ണൻ. KPCയുടെ സമാന്തര അന്വേഷണം ഈ വിഷയത്തിൽ KSU കൂട്ടത്തിലിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഒരു നടപടി വരും മുൻപ് അല്ലെങ്കിൽ റിപ്പോർട്ട് വരും മുൻപ് KPC പ്രസിഡന്റിനൊപ്പമുള്ള ആളുകളെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് പകവീട്ടൽ നടപടിയാണ്. അതിന് പിന്നിൽ അലോഷ്യസ് സേവ്യർ എന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് NSUIക്ക് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു.
അനുജ. ശരി, KSU പഠന ക്യാമ്പിലുണ്ടായ തർക്കം, കൂട്ടത്തല്ല്, അതിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. KSUവിലെ ഗ്രൂപ്പ് വൈരം എത്രത്തോളമാണ് എന്നുള്ളതിന്റെ കൂടി നേർസാക്ഷ്യമായി മാറുകയാണ് ഈ വിവരം. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ലൈംഗികാതിക്രമ കേസ് പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് മെയ് 31 ബംഗളൂരുവിലെത്തി കീഴടങ്ങുമെന്ന് പ്രജ്വൽ രേവണ്ണ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. നാട്ടിലേക്ക് തിരികെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായി സൂചനയുണ്ട്. പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇതിന് മുൻപൊരു വീഡിയോ സന്ദേശം അദ്ദേഹം പുറപ്പെടുവിച്ചതാണ്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണോ? അനുജ, തീർച്ചയായും വിദേശത്ത് ഒളിവിൽ പോയതിനു ശേഷം 1 മാസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് താൻ വിദേശത്തേക്ക് പോയത് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വിദേശയാത്രയാണ്. അത് കേസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് കേസെടുത്തതിന് പിന്നാലെയാണ് വിദേശത്ത് കടന്നതെന്ന പ്രചാരണം തെറ്റാണ് എന്നതാണ് പ്രജ്വൽ രേവണ്ണ പറയുന്നത്. എന്നാൽ വിദേശത്തെത്തിയതിനു ശേഷം ഈ കേസിന്റെ നിലയാകെ മാറി. ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രചാരണത്തിനായി കോൺഗ്രസ് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ പ്രചാരണം ദേശീയ തലത്തിൽ തന്നെ പ്രചരിപ്പിച്ചു. അത് തന്നെ മാനസികമായി വലിയ രീതിയിൽ തളർത്തി എന്നതാണ് പ്രജ്വൽ രേവണ്ണ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അങ്ങനെ താൻ ഒരു ഡിപ്രഷനിലേക്ക് മാറുകയും അവിടെ ചികിത്സ തേടേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നതാണ് പ്രജ്വൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ SITക്ക് മുന്നിൽ കീഴടങ്ങാൻ വൈകിയത്. ആദ്യഘട്ടത്തിൽ ഉടൻ കീഴടങ്ങുമെന്ന കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടതിന് പിന്നാലെയാണ് കീഴടങ്ങാൻ തിരിച്ചെത്താൻ വൈകിയത് എന്നതാണ് പ്രജ്വൽ രേവണ്ണ പറയുന്നത്. ഇനി എന്തായാലും താമസിപ്പിക്കില്ല. ഉടൻ, അതായത് ഈ 31-ാം തീയതി വെള്ളിയാഴ്ച തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നതാണ് പ്രജ്വൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശകാര്യ മന്ത്രാലയം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം JDS അധ്യക്ഷൻ HD ദേവഗൌഡ അതിരൂക്ഷമായ ഭാഷയിൽ ഈ പ്രജ്വലിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തിരിച്ചെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. പ്രജ്വൽ രേവണ്ണയുടെ ഏറ്റവും പുതിയ വീഡിയോ, അതിൽ കീഴടങ്ങുന്നു, നാട്ടിലേക്ക് തിരികെ എത്തുന്നു, മെയ് 31 കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കുകയായിരുന്നു, വിശകലനം ചെയ്യുകയായിരുന്നു നമ്മൾ.